അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 10-ാമത്തെ പാഠം അദ്ദർസുൽ ആശിർ അൽ മഅ്സൂമൂൻ. ഉസ്താദ് ചരിത്രം പറഞ്ഞു തുടങ്ങി. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുറൈശികൾ ആദരിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരു ദിവസം അവർ അതിനടുത്ത് ചെന്ന് ഭജനമിരിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ആ ആഘോഷത്തിന് കൂടെ വരാൻ അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരും ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോയി. ആഘോഷ സ്ഥലത്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഭയം കണ്ട് അമ്മായിമാർ ചോദിച്ചു, മോനെ, നിനക്ക് എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ബിംബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വെളുത്ത ഉയരമുള്ള ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അട്ടഹസിച്ചു, മുഹമ്മദെ, ആ ബിംബത്തെ തുടരുത്, പിറകോട്ട് പോകൂ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദ് തുടർന്നു, മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അതിനാൽ അവർ പാപസുരക്ഷിതരാണ്. നുബുവത്തിന്റെ മുമ്പോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. അവരിൽ പ്രധാനികൾക്ക് മുർസലുകൾ എന്ന് പറയും. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരാണ് ഉലുൽ അസ്മുകൾ. ഇവരുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് രോഗമുണ്ടാവുമോ? ഇർഫാൻ ചോദിച്ചു. അമ്പിയാക്കൾ അസാധാരണ മനുഷ്യരാണ്. അവർ അസാധാരണ കേൾവിയും കാഴ്ചയും അസാധാരണ ശേഷിയുമുള്ളവരാണ്. അവരുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാവാം. ഉസ്താദ് പറഞ്ഞു, അവർ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വിവാഹം കഴിക്കും, മാന്യമായ ജോലികളിൽ ഏർപ്പെടും. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല മതനിയമങ്ങൾ വഹിയായി നൽകും. ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുകൾ. ആദ്യത്തെ റസൂൽ ആദം നബി അലൈഹിസ്സലാം, അവസാനത്തെ റസൂൽ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അമ്പിയാക്കൾക്ക് 4 സിഫത്തുകൾ വാജിബാണ്. ഉസ്താദ് ബോർഡിൽ എഴുതി. 1 അസ്വിദഖ്, സത്യസന്ധത. 2 അൽ അമാന, വിശ്വസ്തത. 3 അത്തബിലിയഗ്, പ്രബോധന പ്രവർത്തനം. 4 അൽ ഫത്വാന, കൂർമ്മബുദ്ധി. കുട്ടികൾ പകർത്തി എഴുതി. ശേഷം ഉസ്താദും കുട്ടികളും ചേർന്ന് പാടി, അർസല അംബിയാദവിൽ ഫത്വാന ബിസ്സിദ്ഖി വത്തബ്ലീഗി വൽ ആമാന. അൽ അംബിയാഉ ഹും ഖൈറുൽ ബശർ. അമ്പിയാക്കളാണ് മനുഷ്യരിൽ ഉത്തമർ. ഇനി നമുക്ക് അതിന്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ആശിർ അൽ മഅ്സൂമൂൻ. ചേരുംപടി ചേർക്കാൻ നസ്വിൽ. അൽ അമാന, ബി ആണ് ഉത്തരം, വിശ്വസ്തത. 2 അത്തബിലിയഗ്, സി ആണ് പ്രബോധന പ്രവർത്തനം. 3 അൽ ഫത്വാന, ഡി കൂർമ്മബുദ്ധി. 4 അസ്വിദഖ്, എ സത്യസന്ധത. ഇനി നുറത്തിബുൽ മറാത്തിബ്, സ്ഥാനങ്ങൾ ക്രമപ്പെടുത്തുക. മുർസലുകൾ, നബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യർ, ഉലുൽ അസ്ം. അവിടെ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഉലുൽ അസ്ം, 3 മുർസലുകൾ, 4 നബിമാർ, 5 മനുഷ്യർ. ഇനി അവിടെ നുജീബ്, ഉത്തരം എഴുതുക. ഉലുൽ അസ്ം ആരെല്ലാം? നൂഹ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2 മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആരാണ്? നബിമാർ. 3 ആദ്യത്തെ റസൂൽ ആരാണ്? ആദം അലൈഹി ഇസ്ലാം. 4 അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. കാരണം എന്ത്? മനുഷ്യരെ നേർവഴിയിലാക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് അമ്പിയാക്കൾ. അതിനാൽ അവർ പാപ സുരക്ഷിതരാണ്. 5 അള്ളാഹു താല അമ്പിയാക്കൾക്ക് വഹി നൽകിയത് എന്തിന്? ഇത്തരം അമ്പിയാക്കൾക്ക് അള്ളാഹു താല മതനിയമങ്ങൾ വഹിയായി നൽകും. ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ. ഇനി 4-ാമത്തെ വർക്ക് നുൻഷിഉൽ ജുമൽ, ജുംല ഉണ്ടാക്കുക, വാചകമുണ്ടാക്കുക. 1 ആവശ്യപ്പെട്ടു. ആഘോഷത്തിന് കൂടെ വരാൻ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരും ആവശ്യപ്പെട്ടു. 2 തെറ്റുകൾ, നുബുവത്തിന് മുമ്പോ ശേഷമോ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. 3 സുരക്ഷിതർ, അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. 4 ഉത്തമൻ, മനുഷ്യരിൽ ഉത്തമരാണ് നബിമാർ. 5 മഹത്വം, അമ്പിയാക്കളുടെ മഹത്വത്തിന് ഭംഗം വരാത്ത ചെറിയ രോഗങ്ങൾ ഉണ്ടാവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.